വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VK പ്രശാന്തിനൊപ്പം നൃപൻ ചക്രവർത്തി ചേരുന്നു. നൃപൻ, എന്താണ് അദ്ദേഹം അവസാനം അവിടെ ബൂത്ത് സന്ദർശിക്കാൻ എത്തിയതാണ്, എന്താണ് വിവരങ്ങൾ, അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഒരു റൗണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ബൂത്തുകളിൽ മുഴുവൻ സന്ദർശിച്ച ശേഷം ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള VK പ്രശാന്ത് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഓരോ ബൂത്തും സന്ദർശിച്ച ശേഷം അത് വിലയിരുത്തിയ ശേഷമാണ് നമുക്കൊപ്പം ചേരുന്നത്. നേരത്തെ തന്നെ സിജു സൂചിപ്പിച്ചതുപോലെ പോളിംഗ് ശതമാനത്തെ സംബന്ധിച്ച വിശദാംശങ്ങളിൽ ഇപ്പോൾ അവസാനത്തെ അപ്ഡേഷനിൽ തന്നെ നല്ല വർധനവ് കാണിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് SARന് ശേഷം വന്ന വോട്ടുകളുടെ കുറവാണ്, അത് ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ വരുന്ന വർധനവാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലാണ് ഈ ഘട്ടത്തിലുള്ളത്. ഒപ്പം തന്നെ ബൂത്തുകളുടെ എണ്ണം കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടോട്ടൽ വോട്ട് എത്ര വരുന്നു, ആകെ പോൾ ചെയ്യുന്ന വോട്ടിൻ്റെ എണ്ണം കണക്കാക്കി കഴിഞ്ഞ തവണത്തെ ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണവും അതിൻ്റെ ശതമാനത്തിൻ്റെ വ്യത്യാസം കണക്കാക്കുമ്പോൾ മാത്രമാണ് പൂർണ്ണമായി പോളിംഗ് ശതമാനത്തിൻ്റെ വർധനവ് വ്യക്തമാകാനുള്ള സാധ്യതയുണ്ട് മനസ്സിലാകുകയുള്ളൂ. ഇപ്പോൾ ഓരോ ബൂത്തുകളിലും സാധാരണ 1200-ഉം 1300-ഉം വോട്ടുകൾ ഉണ്ടായിരുന്ന ബൂത്തിൽ ഈ SARൻ്റെ ഭാഗമായി വോട്ടർമാരുടെ എണ്ണം കുറച്ചപ്പോൾ സ്വാഭാവികമായി വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അനുസരിച്ചിട്ടുള്ള സ്വാഭാവികമായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് ഈ ഘട്ടത്തിലുള്ളത്. നമുക്കിപ്പം VK പ്രശാന്ത് തന്നെ ചേരുന്നുണ്ട്. അദ്ദേഹം ഒരു റൗണ്ട് എല്ലാ ബൂത്തുകളിലും സന്ദർശനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ബൂത്തുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് പ്രശാന്ത് അല്പം മുമ്പ് പറഞ്ഞത്. ഇപ്പോൾ എല്ലാവരും പലതരത്തിലുള്ള ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. അത് ഈ പോളിംഗ് ശതമാനത്തെ സംബന്ധിച്ച ആശങ്കയാണ്. കാരണം പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. അതിൽ രണ്ട് വാദങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഈ SARമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറവ്, വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞപ്പോൾ ഇപ്പോൾ നമുക്ക് വട്ടിയൂർക്കാവ് തന്നെ ഇപ്പോൾ കാണിക്കുന്ന പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 74.76 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വട്ടിയൂർക്കാവിലെ പോളിംഗ് ശതമാനം 64.91. അപ്പോൾ ഇത് SARൻ്റെ മാറ്റമാണോ അല്ലാതെ വന്ന പോളിംഗ് ശതമാനത്തിൻ്റെ വർധനമാണോ ഇപ്പോൾ ആദ്യഘട്ടത്തിലെ വിലയിരുത്തൽ? അല്ല, അത് SARൻ്റെ മാറ്റമെന്നേ പറയാൻ കഴിയൂ. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ 64% എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2,10,000 വോട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് SARന് ശേഷം ഏതാണ്ട് 1,72 സംതിങ് ആയി കുറഞ്ഞു. അതെ, അത്രയും വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ കണക്കൂട്ടിയാൽ മാത്രമേ അത് വോട്ടിംഗ് ഒരുപാട് നടന്നു എന്നുള്ള കാര്യം പറയാൻ വേണ്ടി കഴിയുള്ളൂ. നമ്മൾ ബൂത്ത് അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതിനേക്കാൾ ടോട്ടൽ വോട്ട് വന്ന ശേഷം അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴായിരിക്കും സ്വാഭാവികമായി ശതമാനം അത് കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയുക. അപ്പോൾ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് പൊളിറ്റിക്കൽ വോട്ട് വ്യക്തമായി തിരിച്ച് അതിൻ്റെ എത്ര പേര് വോട്ട് ചെയ്തു എന്നത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഞങ്ങൾക്ക് അനുകൂലമാണ് പ്രതികൂലമാണെന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥിതി നോക്കുമ്പോൾ നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു പെർസെൻറ്റേജാണ് വന്നിരിക്കുന്നത്. ആഫ്റ്റർ SARന് ശേഷമുള്ള ഉയർന്ന പോളിംഗ് ശതമാനം കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 40,000 വോട്ട് കുറച്ചിട്ടുള്ള പോളിംഗ് ശതമാനമാണ് കാണുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ആ 40,000 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയും 64 തന്നെ ചെന്ന് നിൽക്കും, 64-65% ചെന്ന് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ ഏറ്റക്കുറച്ചിലില്ല. അപ്പോൾ ഞങ്ങളുടെ LDFൻ്റെ വോട്ട് അതേപോലെ വന്നിരിക്കാനാണ് തീർച്ചയായും.